റീഡിഫൈൻ യുവർ ലൈഫിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെറ്റബോളിക് സ്ട്രെസ് എന്താണെന്ന് പറഞ്ഞു. അതിനു മുമ്പ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ജീവിതത്തിൽ ഉണ്ടാവുന്ന പല സ്ട്രെസ്സിനെ കുറിച്ചും പറഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്? നമ്മുടെ കോശത്തിനുള്ളിൽ അനുഭവപ്പെടുന്ന സ്ട്രെസ്സാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് കാരണമാണ് നമുക്ക് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ നമ്മളിലേക്ക് വരുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് രൂപമാറ്റം സംഭവിച്ച് നമ്മുടെ കോശങ്ങളിലേക്ക് അത് എത്തുന്നു. കോശങ്ങൾ അതിൻ്റെ മൈറ്റോകോൺട്രിയയിൽ നിന്ന് ഇതിനെ എനർജിയാക്കി മാറ്റുന്നു. ഇവിടെയാണ് ഒരു ബൈ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഒരു ATP സിന്തസിസ് ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ ഒരു ബൈ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു വിറക് കത്തിക്കുമ്പോൾ അതിന് ചാരം ഉണ്ടാവുന്നത് പോലെയാണ് ഈ ബൈ പ്രൊഡക്റ്റ്. ഇത് ഹൈലി റിയാക്റ്റീവ് ആണ്. ഇതിനെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്നൊക്കെ പറയുന്നുണ്ട്. സൂപ്പർ ഓക്സൈഡ് ഫോമിലാവാം, അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോമിലാവാം, ഹൈഡ്രോക്സി റാഡിക്കൽസ് ആയിട്ടൊക്കെ ഇതിനെ പറയാം. ഇത് നമ്മുടെ കോശത്തിൻ്റെ ഭിത്തിയെ തന്നെ ലയിപ്പിക്കാം, അല്ലെങ്കിൽ DNA ഡാമേജ് ചെയ്യാം, പ്രോട്ടീനെ തന്നെ ഡീനാച്ചുർ ചെയ്യാം. പക്ഷെങ്കിൽ നമ്മുടെ കോശം എന്ത് ചെയ്യും? ഇതിനനുസരിച്ച് തന്നെ ഇതിനെ നിർവീകരിക്കാൻ വേണ്ടി ആന്റി ഓക്സിഡൻസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ശരീരം തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമ്മളുടെ ഭക്ഷണത്തിൽ നിന്നും ഈ ആന്റി ഓക്സിഡൻസ് ഫോം ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ C, വൈറ്റമിൻ E, വൈറ്റമിൻ A അല്ലെങ്കിൽ ബീറ്റ കരോട്ടീൻ, അതേപോലെ B കോംപ്ലക്സ്, അയേൺ. ഇതൊക്കെ തന്നെ നമ്മളുടെ ഈ ഫ്രീ റാഡിക്കൽസിനെ, അതായത് വളരെ നെഗറ്റീവായിട്ടുള്ള ഈ കെമിക്കലിനെ നിർവീകരിക്കുവാൻ മാത്രം കെൽപ്പുള്ളവയാണിത്. ഇനിയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ യഥാർത്ഥ ഉദ്ദേശത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. കാരണം നമ്മൾക്കുണ്ടാവുന്ന ഈ എക്സ്റ്റേണൽ സ്ട്രെസ്, അതേപോലെ മെറ്റബോളിക് സ്ട്രെസ്, ഇന്റേണലായിട്ട് വരുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ഇതിനെ മൂന്നുമാണ് നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ത്രൂ ഫിസിക്കൽ ആക്ടിവിറ്റി, മെൻ്റൽ എക്സസൈസ് ആൻഡ് ഡയറ്റ് തെറാപ്പി. അപ്പോൾ ഇനി മുതലുള്ള വീഡിയോസ് മുടങ്ങാതെ കാണുക. അതോടൊപ്പം തന്നെ കണ്ടാൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ നാളെ മുതലുള്ള വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വി വിൽ മീറ്റ് യു വിത്ത് എ ഡെയിലി ഡോസ്. Thank you.